ഇന്ന് ഇന്ത്യ ഗ്ലിറ്റ്സിൽ ഉള്ളത് ഒരു ഹിറ്റ്ലറാണ്. ആരാ? സോ വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ്. താങ്ക് യു. ഇന്റർവ്യൂസ് ഒന്നും അധികം കൊടുക്കാറില്ലായിരുന്നു അല്ലേ ഈ അടുത്തായിട്ട്? ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? ആദ്യമൊക്കെ എൻ്റെ ഒരു അരുവിക്കര പ്രസംഗം ഭയങ്കര ഫേമസ് ആയി. അതെ, ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. എനിക്ക് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെ പോയാലും സംസാരിക്കാൻ ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോ എന്തെങ്കിലും ഞാൻ പൊട്ടത്തരം പറഞ്ഞിട്ട് അത് രണ്ടാമത് ട്രോൾ ആവോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അത് ശീലമായി. ആശുപത്രിയിൽ ഒന്നും കാണിക്കാറില്ലേ? ഇപ്പൊ റീസെന്റ് ആ പാമ്പിനെ എടുത്തിട്ട് വെക്കണ ഒരു സീൻ ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ആ ഒരു സീൻ എടുക്കുമ്പോ ഇതൊക്കെ എന്ത്? എന്റെ അടുത്ത് പറഞ്ഞു ചെറിയൊരു പാമ്പാന്ന് ആദ്യം പറഞ്ഞത് കേട്ടോ. ഉദ്ദേശം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അതിന് നല്ല വലിപ്പുണ്ട്. ഓക്കെ, ഇത്രയും വലിയ തല, ഇത്രയും വലിയ ഉടല്, ഇത്രയും വലിയ ബാല് രാജഗോപാലാണെന്ന് തോന്നുന്നത്. പിടിക്കാൻ പറഞ്ഞപ്പോഴത്തേനും ഞാൻ പേടിച്ച് കൈയൊക്കെ വരച്ചിട്ടാണെങ്കിലും പിടിച്ചു. ഭയങ്കരം തന്നെ. പിന്നെ ഫസ്റ്റ് പിടുത്തം പിടിച്ചപ്പോ തന്നെ ഇതിങ്ങനെ എഴഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കി പിന്നെ ഇതിങ്ങനെ വന്നിരുന്നോട്ടോ. ഒന്ന് ചിരിക്കാൻ പോലും വയ്യ. പാവം. വിട്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ചു നിന്നു. അപ്പൊ ക്യാമറാമാൻ ചേട്ടൻ ക്യാമറ ഒക്കെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. പക്ഷെ അതിന് ശേഷം എനിക്ക് അങ്ങനെ പാമ്പിനോട് അത്ര പേടിയില്ല കേട്ടോ. പേടി അങ്ങ് മാറി. അതൊരു പാവമായിട്ട് തോന്നി. ഇന്നിനി നീ മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ. പോവാൻ മോനെ.